घटना दुखद है, मर्माहत करने वाला है। उन सभी परिजनों के प्रति हमारी पूरी संवेदना है. യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ എത്തുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇന്നലെ യോഗിയുടെ വാക്കുകൾ ഇടറിയപ്പോൾ സത്യത്തിൽ ഇന്ത്യ ഒന്നാകെ ഒരു നിമിഷം ഒന്ന് കണ്ടമിടറിപ്പോയി ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. മഹാകുംഭമേളയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് അത് യഥാർത്ഥത്തിൽ ആരെങ്കിലും പ്ലാൻ ചെയ്ത് നടത്തിയതാണോ, അല്ലെങ്കിൽ മഹാകുംഭമേളയെ തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചതാണോ? ഞാൻ ഇന്നലെ യോഗിയുടെ ഇന്റർവ്യൂ അല്ല, അദ്ദേഹം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വിഷ്വൽസ് കണ്ടിരുന്നു, ബൈറ്റ്. ഇത് കരഞ്ഞ് നിലവിളിച്ചൊന്നുമില്ല യോഗി. അദ്ദേഹം ഈ അപകടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. സാധാരണ യോഗി വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കോണിൽ ഒരു കണ്ണുനീർ തുള്ളി കണ്ടു. അപ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ച് എല്ലാം ഉപേക്ഷിച്ച ഒരാളാണ് സന്യാസി. ഇത്തരം ക്ഷണികമായ വികാരങ്ങൾ, ദുഃഖം, സന്തോഷം, ഇത്തരം വികാരങ്ങളൊന്നും ഒരു സന്യാസിക്ക് സാധാരണഗതിയിൽ വരാറില്ല. പക്ഷേ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയാണ്. ഭരണാധികാരിയായ ആളുകൾ നമുക്കറിയില്ലേ, നമ്മൾ ഉത്തരരാമായണത്തിലാണ് പറയുന്നതെങ്കിലും വാൽമീകി രാമായണത്തിൽ ഇല്ലെങ്കിൽ പോലും നാട്ടിലെ ചില ആളുകൾ അപവാദം പറഞ്ഞപ്പോൾ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു രാമൻ എന്നാണ് ഉത്തരരാമായണത്തിലുള്ളത്. അതുപോലും ഒരു രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്ന ഒരാളാണ് ശ്രീരാമൻ എന്നുള്ളൊരു ബിംബമാണ്. അല്ലാതെ സ്ത്രീകളെ അപമാനിക്കുന്ന ആളൊക്കെ അങ്ങനൊന്നുമില്ല. രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് വേണം ഒരു ഭരണാധികാരി ഭരിക്കാൻ. ജനങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തുകൂടാ. സീസറിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അത് വലിയ പ്രധാന ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? അദ്ദേഹം സന്യാസി ആയിരിക്കാം, എല്ലാം ഉപേക്ഷിച്ച് എല്ലാ വികാരങ്ങളിൽ നിന്നും മുക്തി നേടിയ ആളാണെങ്കിൽ പോലും യോഗിയുടെ കണ്ഠമിടറി. കാരണം അദ്ദേഹം അതുപോലെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 6-7 മാസമായിട്ട് ഈ കുംഭമേള എന്ന് പറയുന്ന മഹാസംഭവം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് ഗവൺമെൻറ് പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ മുൻനിരയിൽ അവിടെ പ്രയാഗരാജിൽ ഈ നദീതീരത്ത് യോഗി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുംഭമേള നടക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും മുടങ്ങുന്നില്ല. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുമ്പോൾ തന്നെ അവിടെ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ട് യോഗി ഉണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കുംഭമേള തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അണുവിട കുഴപ്പങ്ങളില്ലാതെ ഒരു ചെറിയ കാഷ്വാലിറ്റി പോലും ഉണ്ടാവാതെ അതിനെ ഭംഗിയായി കൊണ്ടു നടന്നപ്പോഴാണ് ഇന്നലെ മൗനി അമാവാസി. കുംഭമേള സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ദിവസമായിരുന്നു. 10 കോടി ആളുകൾ വരുമെന്നാണ് കരുതിയിരുന്നത്. കേരളത്തിലെ ജനസംഖ്യ 4 കോടിയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 1.5 ഇരട്ടി ആളുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അപഹസിക്കാനുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ 10 കോടി ആളുകൾ വരാൻ പോകുന്നു. ഇതിനൊക്കെ കണക്കുണ്ട്. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളൊക്കെ വെച്ച് കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വലിയ ഈവൻറ്റ് ഇതിനെ എങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ മഹാസംഭവം നടക്കുമ്പോൾ നമ്മുടെ എതിരാളി ചെയ്യുകയാണെങ്കിൽ പോലും അതിന് അത്ഭുതത്തോടെ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, അതിൻ്റെ സംഘാടനം, അതിൻ്റെ നടത്തിപ്പ് ഇതിലൊക്കെ നമുക്ക് അഭിനന്ദിക്കാം. അതാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പിന്നെ അതൊക്കെ ചുമ്മാ തള്ള് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചില ഈ ഹിന്ദുവിൻ്റെ ഒരു ആഘോഷം നടക്കുന്നതിൽ അസഹിഷ്ണുതയുള്ള ആളുകളും പറഞ്ഞു പിന്നെ 1 കോടി ആളുകൾ ഇങ്ങനെ വരാനാണ്, ഒരാൾക്ക് നിൽക്കാൻ ഇത്ര സ്ഥലം വേണം, 1 കോടി ആളുകൾക്ക് നിൽക്കാൻ ഇത്ര സ്ഥലം വേണം എന്നൊക്കെ കണക്കൊക്കെ കൂട്ടി തർക്കിക്കാം. പക്ഷെ ജനം വരികയാണ്. ലോകത്തിൻ്റെ ഒരു 20 കിലോമീറ്റർ പ്രദേശത്ത് ജനസമുദ്രമാണ്. ഇപ്പം നോക്കൂ, ഞാൻ നോക്കുമ്പോൾ ഈ മാധ്യമം എന്നൊരു പത്രം ഉണ്ടല്ലോ, മൗദൂദി പത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം, കുംഭമേള തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ വാർത്ത പോലും ആ പത്രത്തിൽ കുംഭമേളയെക്കുറിച്ച് കാര്യമായി വന്നിരുന്നില്ല. ഇന്നിപ്പോൾ 1-ാം പേജും അകത്ത പേജും ഒക്കെ വലിയ വാർത്ത അപകടത്തെക്കുറിച്ച്. അവരാഗ്രഹിച്ചതാണ്. അവരാഗ്രഹിച്ച 1000 പേരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ അത് അത്രയും വന്നില്ലല്ലോ എന്ന് ആശ്വസിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാം. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പിഴവ് വന്നു. തൻ്റെ ജനം മരിച്ചു, 30 പേരെങ്കിലും ആകട്ടെ, 30 പേരെങ്കിൽ 30 പേര് മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് കരയണം. നമ്മുടെ ഈ ഒരാൾക്ക് കരയണമെങ്കിൽ, ഞാൻ പറയാമെന്ന കാര്യം ഇത് കഴിഞ്ഞ് പറയാം, കരയണമെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരി തൻ്റെ ജനങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അപ്പം നമ്മുടെ ഈ മുണ്ടക്കയിൽ
ദുരന്തം ഉണ്ടായില്ലേ? ഇപ്പോഴും കുറേ ആളുകളെ കണ്ടെത്താനുണ്ട് അല്ലേ? 500-നടുത്ത് മരണം സംഭവിച്ചു, മിസ്സിംഗ് ആയ ആളുകൾ ഉൾപ്പെടെ. അപ്പോൾ അതിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ട്. അദ്ദേഹത്തിനെ കണ്ടമിടറിയിട്ടില്ല, ഒരു തുള്ളി കണ്ണീരും വന്നിട്ടില്ല. കണ്ടമിടറുകയും കണ്ണീര് വരികയും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മളതിന് കാരണം എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞൊന്നും വരില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഇരട്ട ചങ്കൊക്കെ ഉള്ള ആളാണ്, ഊരിപ്പിടിച്ച ആളുകൾക്ക് നടുവിലൂടെ തേരാപ്പാര നടന്നിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ കണ്ണീര് വരില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥ്, ബുൾഡോസർ ബാബയാണ്, ഉരുക്ക് ഹൃദയനാണ്, ശിലാഹൃദയനാണെന്നൊക്കെ പറയും. ആ ശില ഇന്നലെ അലിഞ്ഞുപോയി. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ടമിടറിയത്. അത് സ്വാഭാവികമാണ്. അതേ കണ്ണീരൊന്നും ഒഴിയില്ല, കണ്ണിൻ്റെ കോണിൽ ഒരു തുള്ളി കണ്ണീർ. ഈ വീഡിയോ നമുക്ക് കാണിക്കാം, ആ വീഡിയോയിൽ അത് കാണുന്നുണ്ട്, അത് സൂം ചെയ്താൽ കാണാം. അപ്പോൾ അങ്ങനെ പെരുമാറി. കാരണം അത് അദ്ദേഹത്തിന് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് സംഭവിച്ചല്ലോ എന്നുള്ള ഖേദമായിരുന്നു. ഇപ്പം മാത്രമല്ല, ഇപ്പം കുറേ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കൊല്ലപ്പെട്ട എന്ന് മനഃപൂർവ്വം പറഞ്ഞാണ് കേട്ടോ. കാരണം അങ്ങനെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു, ചില സൂചനകൾ വരുന്നുണ്ട്. ഇതായ പ്രധാനപ്പെട്ട ഘാട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു സംഘം ആളുകൾ, 1 ഡസനോളം വരുന്ന ആളുകൾ മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ ചില സൂചനകൾ വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ ക്ലിയർ പിക്ചർ വരും. അത് സമീപകാലത്ത് ഇന്ത്യയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. ഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലഭിക്കുന്ന ഇൻപുട്ടുകൾ ഒരു ചെറിയ ഗ്രൂപ്പല്ല, ഒരു ചെറിയ ഗ്രൂപ്പിനെ ഒരു സംഘം ആളുകൾ കുംഭമേളയ്ക്കിടയിലേക്ക് കടത്തിവിട്ട് കുഴപ്പമുണ്ടാക്കിയതാണ് എന്നതിന് ചില തെളിവുകൾ വരുന്നുണ്ട്, ചില ദൃക്സാക്ഷികളുടെ വിവരണങ്ങൾ വരുന്നുണ്ട്, അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ ക്ലിയറായ ഒരു പിക്ചർ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും പറയാം. ഏതായാലും കുംഭമേളയിൽ സംഭവിച്ച ഈ കുഴപ്പം, ഈ തിരക്ക് ഇന്നലെ ഉണ്ടായത് സ്വാഭാവികമായിട്ടല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. ഏതായാലും യോഗി പറഞ്ഞിരുന്നു, മനഃപൂർവ്വം അവിടെ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ 7 തലമുറ കഴിഞ്ഞാലും മറക്കാത്ത തരത്തിൽ ഞാനത് കൈകാര്യം ചെയ്യും എന്ന് വളരെ മുൻപേ ഒരു ഭീഷണിയെങ്കിൽ ഭീഷണി എന്ന തരത്തിൽ യോഗി പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അവിടെ മനഃപൂർവ്വം ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണ് എന്ന് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് എൻ്റെ പക്കൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു കൺഫർമേഷൻ കൂടെ വരട്ടെ. ഏതായാലും ഇനിയിപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു VIP-കൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ VIP എന്ന് പറഞ്ഞാൽ അവിടെ മോദി പോയി, ഇനി മോദി വീണ്ടും വരുന്നു, അമിത്ഷാ പോയി, ഇനി ദ്രൗപദി മുർമു വരുന്നുണ്ട്. അവരൊക്കെ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു പുണ്യ സ്നാനം എന്ന് പറയുന്ന കുംഭമേള വരുമ്പോൾ അവരവിടെ വരും. ഇതിനകത്ത് ഒരു വലിയ അസൂയയുടെ ഒരു ഫാക്ടർ കൂടിയുണ്ട്. കാരണം ഇത്രയും വലിയ ക്രൗഡിനെ അവിടെ വിദഗ്ധമായി കുഴപ്പങ്ങളില്ലാതെ മാനേജ് ചെയ്യുക. ഏതാണ്ട് 7000 കോടി രൂപയോളം മുടക്കിയിട്ട് 2 ലക്ഷം കോടി രൂപ 40 ദിവസത്തിനകം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ഏത് കച്ചവടത്തിന് കിട്ടും? ബിസിനസ് ആംഗിൾ നോക്കുക. 7000 കോടി രൂപ സർക്കാർ മുടക്കുന്നു, 40 ദിവസം കഴിയുമ്പോൾ 2 ലക്ഷം കോടി രൂപ കിട്ടുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിന്, ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് തുല്യമായ റവന്യൂ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഈവൻ്റ് നടത്തി, ഒരു ഈവൻ്റായിട്ട് കണ്ടാൽ ഈവൻ്റ് നടത്തി ഏറ്റവും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ യോഗി ആദിത്യനാഥ് പിടിച്ചെടുത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചർ ലോകത്തെമ്പാടും വളരും എന്ന് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി അതല്ല, ഇതൊരു ഹിന്ദു ആഘോഷമാണ്. കുംഭമേള എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ സംഘടിപ്പിക്കുന്ന കുംഭമേളയിലൂടെ ആളുകളിൽ ഞാൻ ഹിന്ദുവാണ്, ഞാൻ സനാതനിയാണെന്നുള്ള വിശ്വാസം വളരെ വേഗത്തിൽ പ്രബലമാവുകയാണ്. കാരണം ഇനി കുംഭമേള തീരാൻ പോകുന്നില്ല. കുംഭമേള നടക്കുന്ന ഉജ്ജയിനി, പ്രയാഗ് ശേഷം അടക്കമുള്ള നാസിക്, ഹരിദ്വാർ അടക്കമുള്ള കുംഭമേളകൾ ഇനി വരാനിരിക്കുക. 2027 അടുത്ത കുംഭമേള വരുന്നുണ്ട്. അപ്പോൾ കുംഭമേളകൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ വലിയ ആഘോഷങ്ങൾ, ഹിന്ദുവിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഹിന്ദു എന്നുള്ള ഒരു ബോധമുണ്ടായി ഹിന്ദു ഏകീകരണത്തിന് ആക്കം കൂടുമോ, അത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വലിയ ദോഷം, ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ ഇതിൽ അസൂയപ്പെടുന്നുണ്ട്. അവരിതിനെ അട്ടിമറിക്കാൻ നോക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഈ കുംഭമേളയെക്കുറിച്ച് എല്ലാവരും കുറ്റം പറയുമ്പോൾ ഇതിനിടയ്ക്ക് വേറൊരാൾ അവിടെ വന്ന് കുംഭമേള വന്ന് മുങ്ങിട്ട് പോയി. ആരാന്നറിയാമോ? ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവായ അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവ് ഖാർഗെ പറഞ്ഞ പോലെ വെള്ളം വെക്കാൻ പോയില്ല. അഖിലേഷ് യാദവിന് സംഭവം അറിയാം, അവിടെ പോയി കുളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാം. അഖിലേഷ് അവിടെ വന്ന് കുളിച്ചിട്ട് പോയി, യോഗി അതിനെ വെള്ളവും കുടിച്ചു. കാരണം അതാരുടെ വിജയമാണ്? മോദിയുടെയും യോഗിയുടെയും വിജയമാണ്. അഖിലേഷ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അന്ന് കാളകൂടം പോലെ ഒഴുകിയിരുന്ന ഗംഗാ നദിയിൽ മുങ്ങാനല്ല, വെള്ളം കുടിക്കാനും അഖിലേഷ് യാദവിന് പറ്റിയെങ്കിൽ ആര് ജയിച്ചു എന്നാണ്
യോഗി ജയിച്ചു എന്ന് മാത്രമല്ല, ഹിന്ദു ജയിച്ചു എന്നാണ്. അതെ. കാരണം യോഗി പറഞ്ഞ ഇങ്ങനെ, ഇക്കാലം അത്രയും സനാതനത്തെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളും ഇവിടെ വന്ന് മുങ്ങി എന്നുള്ളത് സനാതനത്തിൻ്റെ വിജയമാണ് എന്ന് യോഗി പറയുകയും ചെയ്തു. അപ്പോൾ യോഗിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണീർ വീഴ്ത്തിയവൻ്റെ കുലം മുടിയും ഇനിയുള്ള ദിവസം എന്നുള്ള ഉറപ്പാണ്. നമ്മൾ പറഞ്ഞില്ലേ, മധുര എരിഞ്ഞതാരാണ്? കണ്ണകിയുടെ കണ്ണീർ വീണ് മധുരാപുരി എരിഞ്ഞു പോയെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു തുള്ളി കണ്ണീർ പ്രയാഗ്രാജിൽ വീഴിച്ച സംഭവത്തിന് പിന്നിൽ ആരാണേലും ആ കുലം മുടിക്കും, മുടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.